ഒരു മ്യൂസിക് ഇവൻറ്റിൽ വെച്ചാണ് ലയ എൽജോയെ ആദ്യമായി കാണുന്നത്. കൊച്ചിയിലെ എല്ലാ പാട്ടുകാരും അണിനിരുന്ന ഒരു ബിഗ് ഇവൻറ്റ്. ലയ അതിൽ പാടാനൊന്നും പോയതല്ല കേട്ടോ, പാട്ടുകാരായ ഓഡിയൻസിൽ ഒരാൾ മാത്രം. പ്രോഗ്രാം കാണാൻ വേണ്ടി പോയതാ. അന്ന് എൽജോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിരുന്നു അത്ര. അവർ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല, ബിക്കോസ് ലയ അങ്ങനെ സോഷ്യൽ മീഡിയ ലൈഫൊന്നും ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ്. അവൾ വളരെ റിസർവ്ഡ് ആണ്, അധികമായി ആരെയും പേഴ്സണൽ സ്പേസിൽ കയറ്റാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ. ബട്ട് അവൾക്കും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവൾ അത്ര അവൈലബിൾ ആകാൻ നിൽക്കാറില്ല എന്നുള്ള മാത്രം. ഷീ നീഡ്സ് മോർ ടൈം ഫോർ ഹെർ സെൽഫ്, അതാണ് കാര്യം. അന്ന് ആ ഇവൻറ്റിൽ ഓരോ പാട്ടുകാരും മാറി മാറി തകർത്തു. ഫാസ്റ്റ് നമ്പറും മെലഡീസും സാഡ് വൈബും എല്ലാം ആ സ്റ്റേജിൽ അരങ്ങേറി. ഇടയ്ക്കിടയ്ക്ക് ന്യൂ ഗെയിംസൊക്കെ കൊടുത്ത് ഓഡിയൻസിനെ ഇവൻറ്റ് രസിപ്പിച്ചായിരുന്നു. വലിയ കയ്യടിയൊക്കെയായി എൽജോ സ്റ്റേജിൽ കയറി. കയ്യിലൊരു ഗിറ്റാറൊക്കെ ആയിട്ട് അവൻ പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവൻറ്റ് ടീം ഓഡിയൻസിനുള്ള ടാസ്ക്കായിട്ട് വന്നു. സ്റ്റേജിലെ ഗായകർ പാട്ട് പാടുന്നതിന് ശേഷം കുറച്ച് ഓഡിയൻസിനെ റാൻഡമായി സെലക്ട് ചെയ്യും. അവർ ഓരോ ഗായകരുമായി ടീമുകളും ആവും. ആഫ്റ്റർ ഓൾ ദ സോങ്സ് വി വിൽ അനൗൺസ് വാട്ട് ഇസ് നെക്സ്റ്റ്. ഓഡിയൻസ് ഇളകി മറിഞ്ഞു. ഇത്രയും ഓഡിയൻസ് ഇടയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യില്ലെന്നത് എല്ലാ സാധാരണക്കാരെയും പോലെ ലയയും ഒന്ന് വിചാരിച്ചു. ബട്ട് നമ്മുടെ എൽജോയുടെ ജോഡിയായിട്ട് ലയയായിരുന്നു സെലക്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഇവൻറ്റ് ടീം ടാസ്ക് പറഞ്ഞു, ഒന്നുമില്ല, 2 ടീം മെമ്പേഴ്സും കൂടെ ഒരു ഡ്യുവറ്റ് പാടണം. പക്ഷേ ഒരു കാര്യം, ഇവർക്കൊരു തവണ പോലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് സോങ് ഡിസൈഡ് ചെയ്ത് പെർഫോം ചെയ്യാം. അവരൊന്ന് പരസ്പരം നോക്കി, പിന്നെ സോങ് ഡിസൈഡ് ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം അവരുടെ ഊഴമായിരുന്നു. അവർ പാടി തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തത് ലയായിരുന്നു. അവളുടെ ശബ്ദത്തിൽ മുഴുകിയിരുന്ന എൽജോയെ അവൾ ചെറുതായൊന്ന് തട്ടി. അങ്ങനെ അവനും ഭംഗിയായി തന്നെ പാടി. അന്നു മുതലാണ് അവർ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ടാകുന്നത്. പിന്നെ പിന്നെ ഇടയ്ക്ക് അവർ കാണാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൾ വലിയ അടുപ്പമൊന്നും കാണിക്കില്ലായിരുന്നു. പക്ഷേ അവൻ ചില ഡുവറ്റൊക്കെ സെറ്റാക്കാനൊക്കെ ആയിട്ട് അവളെ വിളിക്കുമായിരുന്നു. അവന് ലയയുടെ കൂടെ പെർഫോം ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇടയ്ക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ അവൻ തന്നെ ലയയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ആരോടും ഒരടുപ്പവും തോന്നാത്ത ലയയുടെ മനസ്സിൽ എവിടെയോ എൽജോക്കൊരു സ്ഥാനമുണ്ടായി. ആരുമായും ഡിസ്കസ് ചെയ്യാത്ത പല കാര്യങ്ങൾക്കും അവൻ നല്ലൊരു ലിസണറായിരുന്നു. പക്ഷേ എൽജോ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. ചില സമയങ്ങളിൽ ലയയോട് നല്ല ഒരു ഫ്രണ്ടായിട്ട് കുറേ സമയം അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും. എന്നാൽ മറ്റു ചിലപ്പോൾ അവളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യും. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരിക്കൽ ലയ അവനോട് ഓപ്പണായിട്ട് തന്നെ ചോദിച്ചു, തനിക്ക് എന്നോട് എന്തെങ്കിലും സ്പെഷ്യൽ ഇഷ്ടമുണ്ടോ, അതോ എൻ്റെ അടുത്ത് കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ട് വെറുതെ നിൽക്കുന്നതാണോ? അന്ന് എൽജോ പറഞ്ഞ മറുപടി അവൾക്ക് വല്ലാതെ ഹേർട്ടായി പോയി. താനെന്താ ഇത്, ലൈക്ക് ഓൾ ദ ഗേൾസ്, മെച്ച് യുവർ തോട്ട്സ് മാൻ. എന്നിട്ട് മുതുകിലൊന്ന് തട്ടി പതിയെ ഒന്ന് പുഞ്ചിരിച്ച് എങ്ങോട്ടോ പോയി. അന്ന് ലയ മനസ്സിലാക്കി, ഹി ഹാഡ് ഹിസ് ഓൺ മീനിങ്സ് ടു എവറിത്തിങ്. ഇറ്റ്സ് നോട്ട് വാട്ട് ഐ മെന്റ്. കുറച്ച് ഡേയ്സ് അവൾ മൂടിയായിരുന്നു. ബട്ട് അതൊക്കെ പെട്ടെന്ന് അവൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയി. ലയ ഇപ്പോൾ ഒരു മ്യൂസിക് ബാൻഡിൽ വർക്ക് ചെയ്യുന്നു. എൽജോ ചെറിയ മ്യൂസിക് അവേഴ്സ് ഒക്കെ എടുക്കും. സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. ഇന്നും ലയയും എൽജോയും നല്ല ഫ്രണ്ട്സാണ്. ബട്ട് ഫോർ ഹിം ഇറ്റ്സ് ഒക്കേഷണലി.